കായംകുളം കളരിക്കലിൽ മകൻ പിതാവിനെ വെട്ടിക്കൊന്നു. പുല്ലുകുളങ്ങര സ്വദേശി നടരാജനാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അമ്മ സിന്ധുവിനെ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അഭിഭാഷകനായ മകൻ നവജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട വീട്ടിൽ വഴക്ക് പതിവായിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. വീട്ടിൽ നിന്ന് ബഹളം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. മാതാപിതാക്കളെ വെട്ടി ചോരയിൽ കുളിച്ചു നിൽക്കുന്ന നവജിത്തിനെയാണ് നാട്ടുകാർ കാണുന്നത്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി ബലപ്രയോഗിച്ച നവജിത്തിനെ കീഴ്പ്പെടുത്തിയത്. തുടർന്ന് ഗുരുതരമായ പരിക്കേറ്റ നടരാജനെ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആലപ്പുഴ കായംകുളത്ത് നിന്നാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. മകൻ പിതാവിനെ വെട്ടിക്കൊന്നു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. വീട്ടിലുണ്ടായ ചില വഴക്കിനെ തുടർന്നാണ് മകൻ അച്ഛനെ വെട്ടിക്കൊന്നത്. പുല്ലുകുളങ്ങര സ്വദേശി നടരാജനാണ് മകന്റെ കയ്യിൽ നിന്നും വെട്ടേറ്റ് മരിച്ചത്. അമ്മ സിന്ധുവിനും ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അമ്മ എന്തായാലും മാവേലിക്കര സ്വകാര്യ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ വെട്ടി പരിക്കേൽപ്പിച്ച മകൻ ഒരു അഭിഭാഷകനാണ്, ഒരു വക്കീലാണ്. മകൻ നവജിത്താണ്. അഭിഭാഷകനായ നവജിത്തിനെ എന്തായാലും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വീട്ടിൽ ചില സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടാകുകയും ഇതിനെ തുടർന്നാണ് വീട്ടിൽ വഴക്കുണ്ടാകുന്നത് പതിവായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഈ ചില സാമ്പത്തിക ബന്ധപ്പെട്ട വഴക്കിനെ തുടർന്നാണ് അഭിഭാഷകനായ നവജിത്ത് അച്ഛനെ വെട്ടിക്കൊന്നത്. അമ്മയ്ക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അമ്മ ആശുപത്രിയിലാണ്. വീട്ടിൽ നിന്ന് ബഹളം കേട്ടാണ് നാട്ടുകാർ അവിടേക്ക് ഓടിച്ചെന്നെത്തിയപ്പോൾ വെട്ടിക്കൊന്ന് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന അഭിഭാഷകനെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. എന്തായാലും നാട്ടുകാർ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി ബലം പ്രയോഗിച്ചാണ് ഈ നവജിത്തിനെ കീഴ്പ്പെടുത്തിയത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ അച്ഛൻ നടരാജനെ മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നടരാജന്റെ ജീവൻ രക്ഷിക്കാനായില്ല. സിന്ധു എന്തായാലും ഗുരുതര പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിലാണ്. എന്തായാലും ഈ അഭിഭാഷകനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.